നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. മോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം വെറുമൊരു ഫോറിൻ വിസിറ്റ് അല്ല. ഇത് ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി, ഡിഫൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഡോ പസഫിക് സ്ട്രാറ്റജി, ഇന്ത്യൻ ഡയസ്പൊറ പവർ എല്ലാം ചേർന്ന ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. ഓസ്ട്രേലിയ ഇപ്പോൾ ഇന്ത്യക്ക് യുറേനിയം നൽകാൻ വഴി തുറന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ന്യൂക്ലിയർ എനർജി ഫ്യൂച്ചറിനെ മാറ്റുമോ? ഓസ്ട്രേലിയൻ ഫണ്ട്സ് ഇന്ത്യയിൽ വലിയ നിക്ഷേപം നടത്തുന്നു, 2300 കോടി. ഇത് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്തിന് ബൂസ്റ്റ് ആകുമോ? ഇന്ന് നമുക്ക് ഈ വിസിറ്റിലെ ബെനിഫിറ്റ്സ്, വൈറൽ മൂവ്മെൻറ്റ്സ്, ഇന്ത്യക്ക് കിട്ടുന്ന റിയൽ അഡ്വാൻറ്റേജ് എല്ലാം ലളിതമായി ഒന്ന് നോക്കാം. ഏറ്റവും വലിയ വാർത്ത യുറേനിയം ഡീൽ തന്നെയാണ്. ഈ വിസിറ്റിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് യുറേനിയം സപ്ലൈ അഗ്രിമെൻ്റ് ആണ്. ഓസ്ട്രേലിയ ലോകത്തിലെ ഏറ്റവും വലിയ യുറേനിയം റിസോഴ്സ് ഉള്ള രാജ്യങ്ങളിലൊന്നാണ്. ഇന്ത്യക്ക് 2047 ക്ലീൻ എനർജി കൂട്ടണം. സോളാറുണ്ട്, വിൻഡുണ്ട്, ഹൈഡ്രോ ഉണ്ട്. പക്ഷേ 24 മണിക്കൂറും സ്റ്റേബിൾ പവർ നൽകാൻ ന്യൂക്ലിയർ എനർജി വളരെ പ്രധാനമാണ്. ഇവിടെയാണ് ഓസ്ട്രേലിയ യുറേനിയം ഇന്ത്യക്ക് നൽകാൻ പോകുന്നത്. ഇന്ത്യക്ക് ഇത് സഹായകരമാകുന്നത് ഇവിടെയാണ്. ഇത് ഇന്ത്യയുടെ ക്ലീൻ എനർജി ഡ്രീമിനും ഡാറ്റാ സെൻറ്ററിനും AI ഇൻഡസ്ട്രി, മാനുഫാക്ചറിംഗ് ഗ്രോത്ത് എന്നിവയ്ക്ക് വലിയ സപ്പോർട്ടായേക്കാം. ഇനി ഇന്ത്യക്ക് എന്താണ് നേട്ടമെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ വളരുമ്പോൾ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് കുത്തനെ ഉയരും. ഫാക്ടറീസ്, ഇലക്ട്രിക് വെഹിക്കിൾസ്, AI ഡാറ്റാ സെൻറ്റേഴ്സ്, മെട്രോ, ബുള്ളറ്റ് ട്രെയിൻ, സ്മാർട്ട് സിറ്റീസ് എല്ലാത്തിനും പവർ വേണം. കോൾ മാത്രം ആശ്രയിച്ച് ഭാവി പണിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ന്യൂക്ലിയർ എനർജി ഇന്ത്യക്ക് സ്ട്രാറ്റജിക്കലി ആവശ്യമായി വരുന്നത്. ഓസ്ട്രേലിയ യുറേനിയം സപ്ലൈ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് എനർജി റിസോഴ്സ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ സാധിക്കും. അത് ക്രൂഡ് ഓയിൽ പോലുള്ള ഇമ്പോർട്ടഡ് ഫോസിൽ ഫ്യൂവൽ ഡിപ്പെൻഡൻസി കുറയ്ക്കാനും സഹായിക്കും. ഓസ്ട്രേലിയയുടെ വലിയ പെൻഷൻ ഫണ്ടായ ഓസ്ട്രേലിയൻ സൂപ്പർ ഇന്ത്യയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. അവർ ഇന്ത്യക്ക് നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിലേക്ക് കൂടുതൽ പണം നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇതിൻ്റെ അർത്ഥം എന്താണ്? വേൾഡ് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയെ ലോങ് ടേം ഗ്രോത്ത് സ്റ്റോറിയായി കാണുന്നു. റോഡ്, പോർട്ട്, റെയിൽ, അർബൻ ഇൻഫ്രാസ്ട്രക്ചർ, ക്ലീൻ എനർജി ഇവിടെയൊക്കെ ഇന്ത്യക്ക് വലിയ ക്യാപിറ്റൽ ആവശ്യമാണ്. ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ നിക്ഷേപിക്കുമ്പോൾ അത് ജോബ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, എക്കണോമിക് ഗ്രോത്ത് എന്നിവയ്ക്ക് സഹായമാകും. ഓസ്ട്രേലിയയ്ക്ക് ലിഥിയം, കൊബാൾട്ട്, റെയർ എർത്ത് പോലുള്ള ക്രിട്ടിക്കൽ മിനറൽസ് ഉണ്ട്. ഇന്ത്യക്ക് EV ബാറ്ററി, സെമി കണ്ടക്ടേഴ്സ്, ഡിഫൻസ് ഇലക്ട്രോണിക്സ്, റിന്യൂവബിൾ എനർജി എന്നിവയ്ക്കായി ക്രിട്ടിക്കൽ മിനറൽസ് ആവശ്യമാണ്. ഇനി വേൾഡ് എക്കണോമിയിൽ ഓയിൽ മാത്രം അല്ല, ബാറ്ററി, മിനറൽസ്, ക്ലീൻ എനർജി, ഗ്രീൻ ഹൈഡ്രജൻ ഇതാണ് ഫ്യൂച്ചർ. ഇന്ത്യയും ഓസ്ട്രേലിയയും ഈ മേഖലയിൽ ചേർന്നാൽ ചൈന ഡോമിനേറ്റഡ് സപ്ലൈ ചെയിനിന് ആൾട്ടർനേറ്റീവ് ഉണ്ടാക്കാൻ സാധിക്കും. ഇന്ത്യയും ഓസ്ട്രേലിയയും ഇൻഡോ പസഫിക്കിൽ വളരെ പ്രധാനപ്പെട്ട പാർട്ട്നേഴ്സാണ്. ഇരു രാജ്യങ്ങളും കോഡിൽ മെമ്പേഴ്സാണ്. ഇന്ത്യൻ ഓഷ്യൻ, മെറിടൈം സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി, അതുപോലെ ഡിഫൻസ് കോർപ്പറേഷൻ ഇവയെല്ലാം ഈ വിസിറ്റിൽ പ്രധാന വിഷയങ്ങളായിരുന്നു. ഇത് ചൈനയെ നേരിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള പാർട്ട്ണർഷിപ്പ് അല്ല, പക്ഷേ ഇന്ത്യ പസഫിക്കിൽ ഒരു ബാലൻസ് ഓഫ് പവർ നിലനിർത്താൻ ഇന്ത്യ ഓസ്ട്രേലിയൻ കോർപ്പറേഷൻ വളരെ പ്രധാനമുള്ളതാണ്. ഇനി വൈറൽ മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വിസിറ്റിലെ വൈറൽ മൂവ്മെൻറ്റ്സ് ഒന്നാമതായിട്ടുള്ളത് മെൽബണിൽ മോദിക്ക് ലഭിച്ച വലിയ ഇന്ത്യൻ ഡയസ്പൊറയുടെ വെൽക്കം തന്നെയാണ്. രണ്ടാമത് ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആന്റണി അൽബനീസ് മോദിയെ ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധത്തിൻ്റെ ലിവിങ് ബ്രിഡ്ജ് എന്നാണ് വിശേഷിപ്പിച്ചത്. മൂന്നാമത് ബിസിനസ് ലീഡേഴ്സിന് മുന്നിൽ മോദി പറഞ്ഞ മെസ്സേജ് ഇന്ത്യ ഈസ് എ സേഫ്, സ്റ്റേബിൾ ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ഓപ്ഷൻ എന്നാണ്. നാലാമത് യുറേനിയം ഡീൽ, ഇൻവെസ്റ്റ്മെൻറ്റ് അനൗൺസ്മെൻറ്റ്, ക്ലീൻ എനർജി കോർപ്പറേഷൻ എന്നിവ ഒരുമിച്ച് വന്നതാണ്. ഇതൊരു ഫോട്ടോ ഷൂട്ട് മാത്രമല്ല, ഇത് എക്കണോമിക് ഡിപ്ലോമസിയാണ്. ഈ ഓസ്ട്രേലിയക്ക് എന്ത് നേട്ടം? ഇത് ഇന്ത്യക്ക് മാത്രം നേട്ടമല്ല, ഓസ്ട്രേലിയക്കും വലിയ നേട്ടമുണ്ട്. ഓസ്ട്രേലിയക്ക് ചൈനയോടുള്ള ട്രേഡ് ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ സാധിക്കും. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രോയിങ് മാർക്കറ്റുകളിൽ ഒന്നാണ്. യുറേനിയം, എഡ്യൂക്കേഷൻ, മിനറൽസ്, അഗ്രികൾച്ചർ, ടെക്നോളജി, ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം ഓസ്ട്രേലിയയ്ക്ക് അവസരമാണ്. അതുകൊണ്ടാണ് ഓസ്ട്രേലിയ ഇന്ത്യയെ ഫ്യൂച്ചർ പാർട്ട്ണറായി കാണുന്നത്. അപ്പോൾ മോദിയുടെ ഓസ്ട്രേലിയൻ വിസിറ്റ് ഗെയിം ചേഞ്ചർ ആണോ? അതെ, പക്ഷേ ഓവർനൈറ്റ് അല്ല. യുറേനിയം ഡീൽ ഇന്ത്യയുടെ ന്യൂക്ലിയർ എനർജി ഫ്യൂച്ചറിനും ഒരു വലിയ ബൂസ്റ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്തിനും ബൂസ്റ്റാണ്. ക്രിട്ടിക്കൽ മിനറൽ ഇന്ത്യയുടെ EV, സെമി കണ്ടക്ടർ, ക്ലീൻ എനർജി ഡ്രീമിന് സപ്പോർട്ടാണ്. ഡിഫൻസ് കോർപ്പറേഷൻ
പസഫിക് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പൊസിഷൻസ് ശക്തമാക്കും. പക്ഷേ ഇതൊരു സന്ദർശനം മാത്രമല്ല, ഇന്ത്യ ഓസ്ട്രേലിയ പാർട്ട്ണർഷിപ്പ് പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു സൂചനയാണിത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യ ഓസ്ട്രേലിയ കൂട്ടുകെട്ട് ഭാവിയിൽ ഇന്ത്യക്ക് വലിയ ചലഞ്ചാകുമോ? ഭാവിയിൽ ചൈനയ്ക്ക് വലിയ ചലഞ്ചാകുമോ? കമൻറ്റിൽ പറയൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.